hello, welcome to our YouTube channel Wisdom and Wonders. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഫസ്റ്റ് ഓഫ് കെമിസ്ട്രി ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഈ വീഡിയോയിൽ 3 ടോപ്പിക്സ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇലക്ട്രോകെമിസ്ട്രി, ദ സെക്കൻഡ് ടോപ്പിക് ഇസ് വാട്ട് ഈസ് ഇലക്ട്രോകെമിക്കൽ സെൽസ് ആൻഡ് തേർഡ് വൺ ഇസ് ഡാനിയൽ സെൽ. So moving on to our video, first topic, electrochemistry. So what is electrochemistry? Electrochemistry deals with the chemical reactions produced by passing electric current through an electrolyte or the production of electric current through chemical reactions. So electrochemistry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is ഒരു ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോലൈറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻസ് കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട് ആ ഒരു ഇതിനെയാണ് ആ ഒരു ഫിനോമിനനെയാണ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് നമുക്ക് വിളിക്കാം. So the cells which convert chemical energy to electrical energy is known as electrochemical cells, and cells which convert electrical energy to chemical energy is known as electrolytic cell. Electrochemical cells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കെമിക്കൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സോ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. കെമിക്കൽ എന്ന് പറയുന്ന വാക്കുള്ളതുകൊണ്ട് converts chemical energy to electrical energy and on vice versa. Electrolytic cells എന്നാ ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇവിടെ ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ ഇലക്ട്രോലൈറ്റിക് സെൽസിന്റെയും ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് ഇലക്ട്രോകെമിക്കൽ സെൽസ്. ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ആൻഡ് ദിസ് വൺ, ദ സെൽ EMF എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ്സ് നെഗറ്റീവ്. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ഈ കേസിൽ. ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഒരു സൈഡ് പഠിച്ചു കഴിഞ്ഞാൽ ദ അതർ സൈഡ് വിൽ ബി ഈസിയർ. And anode എന്ന് പറയുന്നത് here it is a negative terminal ആണ്. On the other hand it is a positive terminal. So ഓർത്തിരിക്കാനായിട്ട് ലോൺ എന്ന് പറഞ്ഞ ഒരു കീവേഡ്, ഐ മീൻ LOAN. ഈ ലോണിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ്, O എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ആൻഡ് N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. So anode is negative in electrochemical cells and anode നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആൻഡ് ആനോഡ് നമ്മൾ റെപ്രസെൻറ്റേഷൻ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുന്ന ടൈമിൽ അത് നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലാണ് എഴുതുന്നത്. അതാണ് LOAN എന്ന് പറയുന്ന വാക്ക്. ഒരു വേർഡ്, ഒരു ജസ്റ്റ് ഒരു കോഡ് പോലെ ഓർത്തിരിക്കുകയാണെ 3 കാര്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. സോ ഇവിടെ ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ആനോഡിന്റെ അവിടെ ഏത് റിയാക്ഷൻ നടക്കുന്നത്, ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ആനോഡ് ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പൊ കാഥോഡ് അവിടെ നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ച് ഡീപ്ലി നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വോൾട്ടാക് ഗാൽവാനിക് സെൽ ഇസ് എ ഡിവൈസ് ഇൻ വിച്ച് ദ ഫ്രീ എനർജി ഓഫ് എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് എനർജി. ഇതാണ് അതിന്റെ ഡീപ്പസ്റ്റ് ഡെഫിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ സിമ്പിൾ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്നത് കുറെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻസ് ഏത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്, റിഡോക്സ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ കൊണ്ടുള്ള റിഡോക്സ് റിയാക്ഷൻസ് ആണ് അവിടെ ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്നത്. റിയാക്ഷൻസിന്റെ ഭാഗമായി ഒരു ഫ്രീ എനർജി റിലീസ് ആവുന്നുണ്ട്, പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ഫ്രീ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, മാറുന്നത്. ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞത്. So it is a device in which free energy of a physical or chemical process is converted into electrical energy. And such a cell usually consists of 2 electrodes immersed in one or more suitable electrolytes. 1-2 ഇലക്ട്രോഡ് ഉണ്ടാകാം, suitable electrolytes ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. ആൻഡ് എൻ്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഈ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡാനിയൽ സെൽ. സോ ഡാനിയൽ സെൽ എന്താണെന്ന് ചോദിച്ചാൽ, ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് സിങ്ക് ഇലക്ട്രോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ ആൻഡ് എ കോപ്പർ ഇലക്ട്രോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ ആൻഡ് ദേ ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സാൽബ്രിഡ്ജ് ഓർ പോറസ് പാർട്ടീഷൻ. സോ ഇതിന്റെ ഡയഗ്രാം അടുത്ത സ്ലൈഡിലാണ് ഉള്ളത്. ഒരു ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രാം, സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. അപ്പം അതിനകത്ത് 2 ബീക്കർ ഉണ്ട്. 2 ബീക്കറിൽ ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, അടുത്ത ബീക്കറിൽ കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്. സിങ്ക് ഇലക്ട്രോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ മുങ്ങിക്കിടക്കും ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്
കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലായിരിക്കും ഇമ്മേഴ്സ് ആയിട്ട് കിടക്കുന്നത്. ആൻഡ് ഇത് തമ്മിൽ ഇവർ ഈ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും എക്സ്റ്റേണലി ഒരു വോൾട്ട് മീറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇന്റേണലി ഒരു സാൾട്ട് ബ്രിഡ്ജ് വെച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഡയഗ്രാം വരുമ്പോൾ കുറച്ചുകൂടെ പറയാം. ആൻഡ് ഈ ഡാനിയൽ സെല്ലിന്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ആനോഡ്, അവിടെ വരുന്നത് സിങ്ക് ആണ് വരുന്നത്. സിംഗിൾ അവിടെ ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോൺ എന്ന് പറയുന്ന കോഡ് വെച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുക ആനോഡിൽ എന്താ നടക്കുന്നത്. അത് അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ലോസ് ആകും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ സിങ്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് Zn2 +2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Zn gives Zn2 +2 ഇലക്ട്രോൺസ്. സോ ഈ Zn2 നെ Zn2 സൊല്യൂഷനിലേക്ക് അട്രാക്ട് ചെയ്യും. Zn2 സൊല്യൂഷനിലേക്ക് പോകും, goes into the solution as Zn2 and the 2 electrons gets accumulated on the zinc electrode. And zinc atom leaves its electron to the zinc electrode. Electron നെ അവിടെ ഇട്ടിട്ട് Zn2 സൊല്യൂഷനിലേക്ക് പോകും. And the zinc electrode is anode and acquires a negative charge. Loss of electrons അവിടെ നടക്കുന്നത് കൊണ്ടാണ് zinc electrode നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്യുന്നത്. and it's an anode. അതാണ് ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ്. സോ നമ്മുടെ കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനോഡ് നെഗറ്റീവ് ആണ്, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ കാഥോഡിൽ ഉറപ്പായിട്ടും റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ബിക്കോസ് റിഡോക്സ് റിയാക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. മുന്നേ പറഞ്ഞു. അപ്പോൾ കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരും? Cu2 + 2 electrons gives Cu. It accepts electrons from the copper metal and get deposited on copper electron. അതാണ് അവിടെ കാഥോഡിൽ നടക്കുന്ന പ്രോസസ്. ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുന്നു കോപ്പർ മെറ്റലിൽ നിന്ന് and gets deposited on copper electrode. ഇതാണ് ആനോഡിലും കാഥോഡിലും നടക്കുന്ന പ്രോസസ്സും രണ്ട് ഇക്വേഷൻസ്. ഇവിടെ ഡാനിയൽസന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ സിങ്ക് ഇലക്ട്രോൺ which is immersed in Zn4 solution. അടുത്ത ബീക്കറിൽ കോപ്പർ ഇലക്ട്രോൺ which is immersed in copper sulfate solution and which is internally connected by a salt bridge and externally connected by a voltmeter. ഇവിടെ സിങ്ക് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്ത് Zn2 സൊല്യൂഷനിലേക്കും ഇലക്ട്രോൺസ് ഇലക്ട്രോഡിലും ഇരിക്കും. ആൻഡ് ഈ ഇവിടെ കാഥോഡിൽ നടക്കുന്നത് ഇലക്ട്രോൺസ് ഇലക്ട്രോഡിലും Cu2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ഇലക്ട്രോഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അക്യുമുലേറ്റ് ആയിരിക്കുന്ന ഈ ഇലക്ട്രോൺസ് എക്സ്റ്റേണലി മൂവ്സ് ടു ദി കോപ്പർ കാഥോഡ്. കോപ്പർ ഇലക്ട്രോഡിലേക്ക് ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കും. ആ മൂവ്മെന്റ് നടക്കുമ്പോൾ ഈ ഇവിടുത്തെ സിങ്ക് ഇലക്ട്രോണിന്റെ സൈസ് ഗ്രാജുവലി കുറയുകയും കോപ്പർ ഇലക്ട്രോണിന്റെ സൈസ് ഗ്രാജുവലി കൂടുകയാണ് ചെയ്യുന്നത്. The electrons generated at the zinc electrode are consumed at the copper electrode. ഈ electrons gets moved to the copper electrode ലേക്ക് zinc electrode ൽ നിന്ന് electrons move ചെയ്യാൻ തുടങ്ങും. And the flow of electrons which produces a negative electricity in the cell is from zinc electrode to the copper. So negative electricity യുടെ direction എന്ന് പറയുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക്. അതായത് ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാം കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാൻ വേറൊരു വഴിയുണ്ട്. കോപ്പറിൽ സി ആണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ ആൻഡ് കാഥോഡ് എന്ന് പറയുന്നത് സി ആണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. ഡാനിയൽ സെല്ലിലെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ലെറ്റർ സി ആണ്. സോ കറണ്ട് സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം കോപ്പർ ടു സിങ്ക്. അതാണ് അവിടെ നടക്കുന്നത്. സോ കറണ്ട് ഇങ്ങോട്ട് പോകുന്നു ആൻഡ് ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. അപ്പം ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം ആനോഡ് ടു കാഥോഡ് ആൻഡ് കറണ്ട് മൂവ്സ് ഫ്രം കാഥോഡ് ടു ആനോഡ്. The cell reaction can be obtained by adding the equation 1 and 2. The above reactions നമ്മൾ കാഥോഡിൽ നടന്ന റിയാക്ഷൻ ആനോഡിൽ നടന്ന റിയാക്ഷനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓവറോൾ റിയാക്ഷൻ നമുക്ക് കിട്ടും. Zn + Cu2 gives Zn2 ++ Cu.
And when the electrons flow through the external wire for the completion of the circuit, there should be a flow of ions between the compartments. And നമ്മൾ ഇവിടെ സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എക്സ്റ്റേണലി ഫ്ലോ ചെയ്യുമ്പോൾ ഇതിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇസ് മൂവിങ് അയോൺസ് ഫ്ലോ ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദ കമ്പാർട്ട്മെന്റ്. അതാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത് പറഞ്ഞു, ഫുൾ ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇത് ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്, ഈ പാരഗ്രാഫിൽ പറയുന്നത്. അടുത്തത് ഡാനിയൽ സെൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആനോഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് Zn bar Zn2 plus double bar Cu2 plus bar Cu. ആൻഡ് ഈ സിംഗിൾ ബാർ റെപ്രസെന്റ് ചെയ്യുന്നത് അയോൺസും മെറ്റലും തമ്മിലുള്ള സെപ്പറേഷൻ. മെറ്റൽ ആൻഡ് ഇറ്റ്സ് അയോൺസ് ആർ സെപ്പറേറ്റഡ് ബൈ ദി സ്ലാഷ്. ആൻഡ് ഡബിൾ സ്ലാഷ് അല്ലെ ഡബിൾ ബാർ റെപ്രസെന്റ് ചെയ്യുന്നത് സാൾട്ട് ബ്രിഡ്ജിനെയാണ്. ആൻഡ് ദിസ് ബാർ റെപ്രസെന്റ്സ് ദ സാൾട്ട് ബ്രിഡ്ജ്. The ionic species are written on either side of the salt bridge. Ionic species ആണ് സാൾട്ട് ബ്രിഡ്ജിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതുന്ന അയോണിക് സ്പീഷീസ് ആണ്. ഈ മെറ്റലും അയോൺസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് സിംഗിൾ ബാർ വെച്ചും, രണ്ട് ആനോഡും കാഥോഡും സെപ്പറേറ്റ് ചെയ്യുന്നത് സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടും. And the next topic is functions of salt bridge. Salt bridge provides continuity of electrical circuit. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് എക്സ്റ്റേണലി ഫ്ലോ ചെയ്യുമ്പോൾ അയോൺസ് രണ്ട് കമ്പാർട്ട്മെന്റ് അയോൺസ് തമ്മിൽ ഫ്ലോ ചെയ്ത് ആ കണ്ടിന്യൂറ്റി ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ സാൾട്ട് ബ്രിഡ്ജിന്റെ അതാണ്. ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെന്റ്സ് ഡിഫ്യൂഷൻ ഓഫ് ഇന്റർഫിയറിംഗ് അയോൺസ് ഫ്രം വൺ കമ്പാർട്ട്മെന്റ് ടു അനദർ. എക്സാമ്പിൾ ഡാനിയൽ സെല്ലിന്റെ കേസിൽ പറയുവാണെങ്കിൽ Cu2 പ്ലസ് അയോൺസ് സിങ്ക് കമ്പാർട്ട്മെന്റിൽ ചെന്ന് സിങ്ക് മെറ്റലിലേക്ക് Cu2 പ്ലസ് അയോൺസ് ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാൻ ഡിഫ്യൂഷൻ ഓഫ് ഇന്റർഫിയറിംഗ് അയോൺസ് ഫ്രം വൺ കമ്പാർട്ട്മെന്റ് ടു അനദർ. രണ്ട് കമ്പാർട്ട്മെന്റ് തമ്മിൽ ഒരു ഡിഫ്യൂഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോൾട്ട്സ് ലൈക്ക് KCl NH4 NO3 ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് സാൾട്ട് ബ്രിഡ്ജ്. ഈ സോൾട്ട്സ് ആണ് സോൾട്ട് ബ്രിഡ്ജ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ഈക്വൽ മൊബിലിറ്റി. ഈ ഓരോ അയൻസ് K+നും Cl- ഈക്വൽ മൊബിലിറ്റിയാണ് വരുന്നത്. NH4+നും NO3- ഈക്വൽ മൊബിലിറ്റി, അവരുടെ സ്പീഡ് സെയിമാ. അപ്പോൾ അവർ പെട്ടെന്ന് ഗെറ്റ് ഡ്രിഫ്റ്റഡ് ടു ദി കാഥോഡ് ആൻഡ് ആനോഡ് കമ്പാർട്ട്മെന്റ്സ് ടു മിനിമൈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ വേണ്ടിയും സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവര് കാഥോഡിലേക്കും ആനോഡിലേക്കും ഇവരുടെ മൂവ്മെന്റ് ഈക്വൽ ആയിരിക്കും, സെയിം ടൈമിലായിരിക്കും. കാരണം ഇവരുടെ മൊബിലിറ്റി ഈക്വൽ ആണ്, സ്പീഡ് സെയിം ആയതുകൊണ്ട്. ആൻഡ് വിച്ച് ലീഡ്സ് ടു ദ റിഡക്ഷൻ ഓഫ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇതാണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫങ്ഷൻസ്. സോ ഈ 3 ടോപ്പിക്സ് ആണ് നമ്മളിന്ന് പറഞ്ഞ. വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രി ഒരു പെട്ടെന്ന് റീക്യാപ്പ് കൊടുക്കുകയാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽസ് വിത്ത് ദ ഇലക്ട്രിക് കറണ്ട് ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് കടത്തി വിടുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് കറണ്ട് ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. And the cells which convert electrochemical cells, ഇതിനകത്ത് കെമിക്കൽ ഉണ്ട്. സോ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് ഇലക്ട്രോകെമിക്കൽ സെൽസ്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. സെൽ EMF ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ കേസിൽ അത് പോസിറ്റീവ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി നെഗറ്റീവ് ആണ് ഇലക്ട്രോകെമിക്കലിന്റെ സെല്ലിന്റെ കേസിൽ. അപ്പം ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ കേസിൽ അത് പോസിറ്റീവ് ആണ്. ആനോഡ് ലോൺ വെച്ച് നമുക്കറിയാം അത് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ് ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ കേസിൽ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്നാന്ന്. ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ device which is used to ഒരു set of chemical reactions ആണ് ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഈ റിയാക്ഷൻസിന്റെ ഫലമായി ഒരു ഫ്രീ എനർജി റിലീസ് ആവുന്നുണ്ട്. ആ ഫ്രീ എനർജിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോകെമിക്കൽ സെല്ല്. അടുത്തത് പറഞ്ഞത് ഡാനിയൽ സെൽ ആണ്. ഡാനിയൽ സെല്ലിന്റെ ആനോഡ് സിങ്ക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ immersed in zinc sulfate solution and copper electrode immersed in copper sulfate solution. രണ്ടുപേരെ എക്സ്റ്റേണലി കണക്ട് ചെയ്തേക്കുന്ന വോൾട്ട്മീറ്റർ വെച്ച് ഇന്റേണലി കണക്ട് ചെയ്തേക്കുന്ന സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടും
അപ്പോൾ ആനോഡിൽ നടക്കുന്നത് ഇലക്ട്രോൺസ് അവിടെ ഗെയിൻ ഓഫ് ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് രണ്ടായിട്ട് Zn gives Zn2 plus plus 2 electrons എന്ന് പറയുന്ന ഫോമിലേക്കായി. സോ ഇലക്ട്രോൺസ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ഓൺ ദ ഇലക്ട്രോഡ് Zn2 plus സൊല്യൂഷനിലേക്ക് പോകും. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ്സ് ഗെയിൻ കോപ്പർ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണ് അവിടെ നടക്കുന്നത്. സോ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എക്സ്റ്റേണലി നടക്കും. അപ്പോൾ കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്, കാഥോഡ് കോപ്പർ സി ആൻഡ് കറണ്ട് ഓൾസോ സി. അപ്പം കറണ്ട് മൂവ്സ് ഫ്രം കാഥോഡ് ടു ആനോഡ്, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് വിൽ മൂവ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ദെൻ അടുത്തത് പറഞ്ഞത് തന്നെയായിരുന്നു ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ പറഞ്ഞു. Zn plus Cu2 plus gives Zn2 plus plus Cu പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് സാൾട്ട്ബ്രിഡ്ജ് ആണ്. സാൾട്ട്ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ഫസ്റ്റ് വൺ പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്, സെക്കൻഡ് വൺ പ്രിവെന്റ്സ് ഡിഫ്യൂഷൻ ഓഫ് ഇന്റർഫിയറിംഗ് അയോൺസ് ഫ്രം വൺ കമ്പാർട്ട്മെന്റ് ടു അനദർ, ആൻഡ് തേർഡ് വൺ സാൾട്ട്ബ്രിഡ്ജ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന സാൾട്ടും തന്നെ KCl NH4NO3 ആണ്. കാരണം അവർക്ക് അയോൺസിന് ഈക്വൽ മൊബിലിറ്റി ആണ്, which leads to the reduction of potential difference, junction potential difference. So winding up this video, thank you for listening.